2026 ഈ 4 രാശിയിലും അവർക്ക് എന്ത് ഇഷ്ടമാണോ ഈ ഇഷ്ടമായത് എല്ലാം ചെയ്യാം. ഇത് ഈ 4 രാശിക്കാർക്കും ഉള്ളതാണ്. കല്യാണം കഴിക്കാനോ മറ്റേ വേറെ ജോലി തുടങ്ങാനോ അല്ലാതെ പുതിയതായിട്ട് ഒരു വസ്തു മേടിക്കാനോ അല്ലെങ്കിൽ ഒരു വീട് എന്തെങ്കിലും. ഗുരു ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ശനി അതിൽ തടസ്സം ചെയ്യത്തില്ല. മറ്റേ എല്ലാ ഗ്രഹത്തിൻ്റെ വീട്ടിലും അത് തടസ്സം ചെയ്യും. ഗുരു ഇടപെടുന്ന വീടുകളിലെല്ലാം ശനി തടസ്സം ഉണ്ടാകത്തില്ല. 4 രാശിക്കാർക്ക് എല്ലാം ശുഭമാണ്. ഈ 4 രാശിക്കാർക്കും മെയ് മാസം വരയ്ക്കും നല്ല കാലമാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുരു നിൽക്കുന്നതിൻ്റെ 4 രാശി, ഈ 4 രാശിയിലും അവർക്ക് എന്ത് ഇഷ്ടമാണോ ഈ ഇഷ്ടമായത് എല്ലാം ചെയ്യാം. ഇത് ഈ 4 രാശിക്കാർക്കും ഉള്ളതാണ്. എന്നിട്ട് കല്യാണം കഴിക്കാനോ മറ്റേ വേറെ ജോലി തുടങ്ങാനോ അല്ലാതെ പുതിയതായിട്ട് ഒരു വസ്തു മേടിക്കാനോ അല്ലെങ്കിൽ ഒരു വീട് എന്തെങ്കിലും പണി തുടങ്ങാം. ഇതുപോലുള്ളതെല്ലാം ഈ 4 രാശിക്കാർക്കും ഈ വർഷത്തിൽ തുടങ്ങാം. ഈ വർഷത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ആ പണികളെല്ലാം തീർന്നു കിട്ടി വീട്ടിൽ അവരതിനകത്ത് കയറും. അപ്പോൾ ഇതിനു വേണ്ടി 2026 ഇത് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ശനിയുടെ 4 കേന്ദ്രത്തിലിരിക്കുന്ന വീട്, ഇതുപോലെ ഗുരുയുടെ കേന്ദ്രം ഏതോ അതുപോലെയാണ് മീനരാശിയിലിരിക്കുന്ന ശനിക്കും ഇത് കേന്ദ്രമായിട്ട് വരും. ഗുരു ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ശനി അതിൽ തടസ്സം ചെയ്യത്തില്ല. മറ്റേ എല്ലാ ഗ്രഹത്തിൻ്റെ വീട്ടിലും അത് തടസ്സം ചെയ്യും. ഗുരു ഇടപെടുന്ന വീടുകളിലെല്ലാം ശനി തടസ്സം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സ്വന്തമായിട്ട് വീടോ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അന്യരാജ്യത്തിലങ്ങ് പോകാനോ ഇത് എല്ലാം നിങ്ങൾക്ക് ധാരാളമായിട്ട് ഇത് ചെയ്യാം. അതായത് മിഥുനം, കന്നി, ധനു, മീനം ഈ 4 രാശിക്കാർക്കും മെയ് മാസം വരയ്ക്കും നല്ല കാലമാണ്. ഈ 4 രാശിയിലുള്ളവർക്ക് എന്ത് വേണമെങ്കിലും പുതിയതായിട്ട് ഒരു വിഷയം തുടങ്ങാം. എന്ത് വിഷയം വേണമെങ്കിലും ഈ 4 രാശിക്കാർക്ക് തുടങ്ങാം. മിഥുനരാശി, കന്നിരാശി, ധനുരാശി, മീനരാശി ഈ 4 രാശിക്കാർക്കും എന്ത് ചെയ്യണം നിങ്ങൾ വിചാരിച്ച ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളതാണ്. ഇഷ്ടമുള്ളത് ഗുരു ഇരിക്കുന്ന വീടിൻ്റെ കേന്ദ്രങ്ങളെല്ലാം ഇഷ്ടം ഉള്ളത് ചെയ്യാം എന്നുള്ള വീടുകളാണ്. അപ്പോൾ ഈ 4 രാശിയാണ് ഈ ഗുരുവിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നതാണ് ഈ 4 രാശി. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.